അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. എസ്എസ്എഫ് വിസ്ഡം ഹദീസ് ക്ലാസ് 278. عن ابن شهاب رضي الله عنه أن سعيد بن المسيب رضي الله عنه أخبره أن أبا هريرة رضي الله عنه قال: سمعت رسول الله صلى الله عليه وسلم يقول: جعل الله الرحمة 100 جزء فأمسك عنده 99 وأنزل في الأرض جزءا واحدا فمن ذلك الجزء تتراحم الخلائق حتى ترفع الدابة حافرها عن ولدها خشية أن تصيبه. ബഹുമാനപ്പെട്ട ഇമാം മുസ്ലിം റളിയല്ലാഹു തആല അൻഹു റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസ്. ഇബ്നു ശിഹാബ് റളിയല്ലാഹു തആല അൻഹുവിൽ നിന്ന് നിവേദനം. അന്ന സഈദ് ബിനുൽ മുസയ്യബ് അഖ്ബറഹു, സഈദ് ബിനുൽ മുസയ്യബ് റളിയല്ലാഹു തആല അൻഹു ഇബ്നു ശിഹാബ് റളിയല്ലാഹു തആല അൻഹുവിനോട് പറഞ്ഞു, അന്ന അബാ ഹുറൈറത റളിയല്ലാഹു അൻഹു ഖാല, നിശ്ചയം അബൂ ഹുറൈറ റളിയല്ലാഹു തആല അൻഹു പറഞ്ഞിട്ടുണ്ട്, സമീഅതു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ യഖൂലു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്, ജഅലല്ലാഹു റഹ്മത 100 ജുസ്ഇൻ, അല്ലാഹു തആല റഹ്മത്തിനെ 100 ഭാഗങ്ങളാക്കി. അല്ലാഹുവിന്റെ കാരുണ്യത്തെ അല്ലാഹു തആല 100 ആയിട്ട് ഡിവൈഡ് ചെയ്തു. 100 ഓഹരി. ഫഅംസക ഇൻദഹു 99, എന്നിട്ട് ആ 100ൽ നിന്ന് 99 ഓഹരികളും അല്ലാഹു അവന്റെ അടുക്കൽ സൂക്ഷിച്ചു വെച്ചു. വഅൻസല ഫിൽ അർളി ജുസ്അൻ വാഹിദൻ, അതിൽ നിന്ന് ഒരു ജുസ്ഇനെ, ഒരു ഭാഗം മാത്രം, 100 ആയിട്ട് ഡിവൈഡ് ചെയ്തതിൽ നിന്ന്, 100 ആയി ഓഹരി വെച്ചതിൽ നിന്ന് ഒരു ഓഹരി മാത്രം അല്ലാഹു തആല ഭൂമിയിൽ ഇറക്കി. ഫമിൻ ദാലികൽ ജുസ്ഇ, ആ ഒരൊറ്റ ജുസ്ഇൽ നിന്ന്, ആ ഒരൊറ്റ ഓഹരിയിൽ നിന്ന്, ഭാഗത്തിൽ നിന്ന്, തതറാഹമുൽ ഖലായിഖു, സൃഷ്ടികൾ പരസ്പരം കാരുണ്യം കാണിക്കുന്നു, കരുണ ചെയ്യുന്നു. ഹത്താ തർഫഅ അദ്ദാബത്തു ഹാഫിറഹ അൻ വലദിഹാ, എത്രത്തോളം ഒരു മൃഗം, ആ മൃഗം തന്റെ കുഞ്ഞിനെ തൊട്ട് തന്റെ കുളമ്പിനെ ഉയർത്തുന്നു. കുഞ്ഞിന്റെ മേൽ കാൽ പതിച്ച് കുളമ്പ് തട്ടി കുഞ്ഞിന് ഒന്നും സംഭവിക്കാതിരിക്കാൻ കുഞ്ഞ് താഴെ എത്തുമ്പോൾ അതിന്റെ കുളമ്പ് ഉയർത്തിയിട്ട് ആ കുഞ്ഞിനെ സംരക്ഷിക്കാൻ ശ്രമിക്കുന്നു. ഖശിയത അൻ തുസീബഹു, ആ കുഞ്ഞിന്റെ മേൽ കാൽ പതിക്കുമോ എന്ന് കരുതി, അല്ലെങ്കിൽ കുഞ്ഞിന് എന്തെങ്കിലും സംഭവിക്കുമോ എന്ന് ഭയപ്പെട്ട് ആ കുട്ടിയുടെ മേൽ കാലിന്റെ കുളമ്പ് ഭാരത്തിൽ സംഭവിക്കാതെ സംരക്ഷിക്കാൻ വേണ്ടി ഈ മൃഗം അതിന്റെ കുളമ്പ് ഉയർത്തുന്നു. ഇത് കാരുണ്യമാണ്. അതുപോലെ കുഞ്ഞിന് അപകടം സംഭവിക്കാതിരിക്കാൻ കോഴികൾ സംരക്ഷണങ്ങൾ ഏർപ്പെടുത്തുന്നു. മറ്റു മൃഗങ്ങൾ അവരുടെ കുഞ്ഞുങ്ങളെ സംരക്ഷിക്കാൻ ഒരുപാട് പ്രയാസം അനുഭവിക്കുന്നു. മാതാപിതാക്കള് കുഞ്ഞുങ്ങൾക്ക് ബുദ്ധിമുട്ട് അനുഭവിക്കാതിരിക്കാൻ പ്രയാസം അനുഭവിക്കുന്നു. ഇങ്ങനെ മനുഷ്യരും മനുഷ്യേതര ജീവികളും അവരുടെ കുഞ്ഞുങ്ങളോടും അവർ പരസ്പരവും കാണിക്കുന്ന കാരുണ്യങ്ങളെല്ലാം, ആ റഹ്മത്ത് എല്ലാം അല്ലാഹു തആല ഭൂമിയിൽ ഇറക്കിയ വെറും 1% അല്ലെങ്കിൽ ഒരു ഭാഗം, 100 ആയിട്ട് ഡിവൈഡ് ചെയ്ത കാരുണ്യത്തിന്റെ ഒരു ഭാഗത്തിൽ നിന്ന് മാത്രമാണ് ഇത്രയും കാരുണ്യം ഭൂമിയിലൊക്കെയും സംഭവിക്കുന്നത്. എന്നാൽ അള്ളാഹുവിന്റെ അടുക്കൽ ഇതിന്റെയൊക്കെ എത്രയോ ഇരട്ടി, 99 ഭാഗം അല്ലാഹു തആല റഹ്മത്ത്, കാരുണ്യം അല്ലാഹു സൂക്ഷിച്ചു വെച്ചിട്ടുണ്ട്. ആഖിറത്തിൽ അല്ലാഹു തആല അതെല്ലാം നൽകും. മനുഷ്യർക്ക് അല്ലാഹു തആല നൽകാൻ വേണ്ടി സൂക്ഷിച്ചു വെച്ചതാണ്. അല്ലാഹുവിന്റെ കാരുണ്യത്തിന്റെ പവർ അത് വളരെ അപാരമാണ്. ഒരുപാട് മനുഷ്യർക്ക് ആ കാരുണ്യം കൊണ്ട് രക്ഷപ്പെടാൻ കഴിയും. നമുക്ക് പ്രതീക്ഷകളുണ്ട്. അള്ളാഹുവിൽ പ്രതീക്ഷ അർപ്പിക്കുന്നവർക്കാണ് ആഖിറത്തിൽ രക്ഷപ്പെടാൻ കഴിയുക. അള്ളാഹുവിനെ ഭയപ്പെടുകയും അതോടൊപ്പം അള്ളാഹുവിന്റെ റഹ്മത്തിൽ പ്രതീക്ഷ വെച്ചു പുലർത്തുകയും ചെയ്യുന്നവർക്ക്
ദുനിയാവിലും ആഖിറത്തിലും രക്ഷപ്പെടാൻ കഴിയുമെന്ന് ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. അതുകൊണ്ട് അള്ളാഹുവിനെ ഭയപ്പെടുന്നതോടൊപ്പം അള്ളാഹുവിന്റെ കാരുണ്യത്തിൽ പ്രതീക്ഷ വെച്ച് പുലർത്തുക. അള്ളാഹു തആല നമ്മിൽ നിന്ന് സ്വീകരിക്കുമാറാവട്ടെ. ലാ തഖ്നതു മിർ റഹ്മത്തില്ല എന്ന് വിശുദ്ധ ഖുർആനിൽ അള്ളാഹു തആല പറഞ്ഞിട്ടുണ്ട്. അള്ളാഹുവിന്റെ കാരുണ്യത്തെ തൊട്ട് നിങ്ങൾ നിരാശരാകരുത് എന്ന്. അള്ളാഹു തആല അത്തരത്തിൽ നമ്മയും സംരക്ഷിക്കുമാറാവട്ടെ. ആമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.